ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റിബൺ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചുടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ചുടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം. കുറച്ച് എണ്ണയൊക്കെ തടവി ഒന്ന് അടച്ചു വെക്കട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തത്, 1/2 കപ്പ് ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇവയെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 250 ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വേവിച്ച് പിച്ചെടുത്ത ചിക്കനാണ് കേട്ടത്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 പിടി പുതിനയില, 2 പിടി മല്ലിയിലയും ചേർത്ത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അത് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷം ബോൾസാക്കി എടുക്കട്ടോ. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് പൊടിയൊക്കെ വിതറി പരത്തിയെടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ചൊരു നീളത്തിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുത്ത് ഈ ഭാഗത്ത് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇതൊരു റിബൺ റോളിൻ്റെ ഷേപ്പായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കി കുറച്ചൊക്കെ വെള്ളം തൊട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മടക്കി റോൾ ചെയ്തെടുക്കാം. 2 ഭാഗത്തും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ബാക്കിയുള്ള ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഇട്ട് ഫ്രൈ ആക്കട്ടോ. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 ഭാഗവും നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കാം. 1 2 എണ്ണമൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ സ്നാക്കാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇൻഷാ അള്ളാ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.